അപ്പം ഞങ്ങൾ 3 പേരും കൂടി വീടൊക്കെ പൂട്ടി ലുലു മാളിൽ പോകാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങുവാട്ടെ തിരുവനന്തപുരത്ത്. അപ്പം അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന്. അപ്പം മോൻ്റെ പിറന്നാളാണ്, ഡിസംബർ 6-ാം തീയതിയാണ് എൻ്റെ മോനുണ്ടായത്. അപ്പം അവന് 18 വയസ്സ് തികയുന്ന ദിവസമായിരുന്നു. അപ്പോൾ ലുലു മാളിൽ പോയിട്ട് ഒരു കേക്കൊക്കെ മേടിക്കാം എന്നൊക്കെ ഓർത്ത് അങ്ങനെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ പ്രായമായവരല്ലേ, ഞങ്ങൾക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സലാഡോ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് പോയത്. അവനപ്പം ബാർബിക്യൂവിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കയറിയിട്ടോ. ഇത് ലുലു മാളാണേ കാണുന്നത്. അപ്പം ഞങ്ങൾ ആ സ്റ്റെയർ കയറി, റോഡിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്റ്റെയർ കയറിയായിട്ടോ പോയത്. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു. ഒന്നാമത് ഭയങ്കര തിരക്കായിരുന്നു ലുലു മാളിലോ പരിസരത്തും ഒക്കെ. അപ്പം എന്നാലും പ്രത്യേകിച്ച് ഇന്നലെ ശനിയാഴ്ചയല്ലേ, അപ്പം നല്ല തിരക്കായിരുന്നു. അപ്പം അങ്ങനെ അതിനകത്തൊക്കെ കയറി. അപ്പം ഇപ്പം ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ ലുലു മാളിൽ. അത്രേ പോയിട്ടുള്ളൂ നമ്മൾ തിരുവനന്തപുരത്ത് വന്നേ പിന്നെ. അപ്പം ഞങ്ങൾ സാലഡ് കഴിക്കാം എന്നോർത്തോണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം എന്നൊക്കെ ഓർത്തു. പച്ചക്കറി എല്ലാം കൂടെ വെട്ടിക്കൂട്ടി കഴിച്ചേക്കാം എന്നോർത്തു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറി. പിന്നെ അവനാണെങ്കിൽ ബാർബിക്യൂവിനകത്ത് കയറി. അപ്പോഴത്തേനും അവർ ഇങ്ങനെ അവനോട് ചുമ്മാ ഇങ്ങനെ എന്തോ ചോദിച്ചു കഴിയുമ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞു അവർ. അപ്പോൾ അവർ തന്നെ ഒരു കുഞ്ഞി കേക്കൊക്കെ കൊണ്ടുവച്ചിട്ട് അവരാഘോഷിച്ചു. അപ്പം ഞങ്ങളൊരു കേക്കൊക്കെ മേടിക്കണം എന്ന് ഓർത്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ബാർബിക്യൂവിൻ്റെ അകമാട്ടോ ഇത്. അവിടെ 1049 രൂപ കൊടുക്കുമ്പം ആവശ്യത്തിൽ ഫുഡ് നമുക്ക് എന്തോരം വേണേലും കഴിക്കാം. നമുക്ക് ബൊഫേ സംവിധാനം. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കാം. ഇന്നലത്തെ ദിവസം അങ്ങനെയാണ്, അല്ലാത്ത ദിവസം ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ വന്നിട്ട് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. അവർ കൈയൊക്കെ കൊട്ടി ഒരു തൊപ്പിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറേ പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ബാർബിക്യൂവിൽ ആഘോഷിച്ചു. ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചത്. പുറത്തുനിന്ന് വെച്ചാൽ ഞങ്ങൾ സാലഡ് ഉണ്ടാക്കി കഴിക്കുക, ഞങ്ങൾ തന്നെ എടുക്കുകയത്. അവൻ ബാർബിക്യൂവിലും കയറി. അപ്പോൾ അവൻ കേക്ക് മുറിക്കുന്നതാണ്. അവന് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ചേട്ടൻ കൊടുക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ കിട്ടിയില്ല. അങ്ങനെ അവൻ്റെ കേക്കൊക്കെ മുറിച്ചു സന്തോഷമായിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ 18ാമത്തെ പിറന്നാൾ ഞങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇന്നിപ്പം ഞങ്ങൾ തൊടുപുഴയ്ക്കൊക്കെ തിരിച്ചു പോകാനുള്ള ദിവസമാണ്. അപ്പം ഇന്നലെ ഞങ്ങൾ ആഘോഷിച്ചു. കുറേ സ്റ്റാഫുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഓടി വന്നു. നല്ല രസമാണ് കേട്ടോ. ഓരോ സംവിധാനങ്ങളൊക്കെ അല്ലേ, നമ്മൾക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും.